ഹായ്, ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർഫേസിംഗ് ആണ്. ഈ സിലബസിൻ്റെ തേർഡ് മൊഡ്യൂളിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. 3 ഇൻ്റർഫേസിങ്ങിനെ കുറിച്ച് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻ്റർഫേസിങ്? ഇൻ്റർഫേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികമോ സിസ്റ്റങ്ങളെയോ ഉപകരണങ്ങളെയോ ബന്ധിപ്പിക്കുന്ന ഒരു പ്രക്രിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർഫേസിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ആ 2 സിസ്റ്റങ്ങൾ അല്ലെങ്കിൽ 2 ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഡിവൈസുകൾ തമ്മിൽ എന്ത് ചെയ്യുക, അങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ തമ്മിൽ ഒരുമിച്ച് പ്രവർത്തിച്ച് ഫലപ്രദമായ രൂപത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്തിട്ട് ആശയവിനിമയങ്ങളും കാര്യങ്ങളൊക്കെ നടത്താൻ വേണ്ടും. അതായത് ഇപ്പോൾ ഡാറ്റ സ്റ്റോറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇൻ്റർഫേസിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് 3 ഇൻ്റർഫേസിംഗ് ആണ് പഠിക്കുന്നത്. ഒന്ന് പ്രോഗ്രാമബിൾ പെറിഫറൽ ഇൻ്റർഫേസിംഗ് 8255. അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8254 പ്രോഗ്രാമബിൾ ഇൻ്റർവെൽ ടൈമറാണ് അടുത്ത പഠിക്കുന്നത്. മൂന്നാമത് 8237 DMA കൺട്രോളറാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റത്തെ നോക്കാം. പ്രോഗ്രാമബിൾ പെറിഫറൽ ഇൻ്റർഫേസിംഗ് 8255 എന്താ നോക്കാം. ഓക്കെ, ഇറ്റ് ഈസ് എ ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ പാരലൽ IO ഡിവൈസ്. ഓക്കെ, ഇതെന്താ ഒരു ജനറൽ പർപ്പസ് പ്രോഗ്രാമബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്ന പാരലൽ IO ഡിവൈസസ് ആണ്. പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് എ ടൈം എന്ത് ചെയ്യും, പാരലലായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടെണ്ണം കണക്ട് ചെയ്യുന്ന IO ഡിവൈസസ് ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതേപോലെ തന്നെ ഇറ്റ് ഡിസൈൻ ടു ഇൻ്റർഫേസ് the CPU with it outside world such as ADC, DAC, keyboard etc. അപ്പോൾ കീബോർഡുകൾ, ഡിസ്പ്ലേ, അതേപോലെ തന്നെ ADC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ, അതേപോലെ തന്നെ ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ, അങ്ങനത്തെ ഉപകരണങ്ങൾ, ഇതേപോലുള്ള ഉപകരണങ്ങൾ എന്ത് ചെയ്യാം, അതായത് ഇങ്ങനത്തെ പെറിഫറൽ ഉപകരണങ്ങൾ ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻ്റർഫേസാണ് എന്ത് ചെയ്യുന്നത്, ഈ 8255 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൈക്രോ പ്രോസസ്സറിലും മൈക്രോ കൺട്രോൾ അങ്ങനത്തെ സിസ്റ്റങ്ങളിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അതായത് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ക്യാൻ പ്രോഗ്രാം ഇറ്റ് അക്കോർഡിംഗ് ടു ദ ഗിവൺ കണ്ടീഷൻ. നൽകിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ പ്രോഗ്രാം ചെയ്യാൻ നമുക്ക് പറ്റും. അതിൽ കൊടുത്തിരിക്കുന്നതിനെ അനുസരിച്ച് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് വിത്ത് ഓൾമോസ്റ്റ് എനി മൈക്രോ പ്രോസസ്സർ. ഇതെന്ത് ചെയ്യാൻ പറ്റും, ഏത് മൈക്രോ പ്രോസസ്സറിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓൾമോസ്റ്റ് എല്ലാ മൈക്രോ പ്രോസസ്സറിലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 8-ബിറ്റ് ബൈ ഡയറക്ഷണൽ IO പോർട്ട്. ഇതിനെന്തുണ്ട്, 8 ബിറ്റിൻ്റെ 3 ബൈ ഡയറക്ഷണൽ IO പോർട്ടാണ്. ബൈ ഡയറക്ഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റാസ് കൈമാറുന്ന IO പോർട്ടാണുള്ളത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് A, പോർട്ട് B ആൻഡ് പോർട്ട് C, അങ്ങനെ 3 എണ്ണം ഉള്ളത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫംഗ്ഷനായി നമുക്ക് വ്യത്യസ്ത പോർട്ടുകൾ, ഇതിലെന്തുണ്ട്, ഔട്ട്പുട്ടിന് ഇൻപുട്ടിനായിട്ടുള്ള വ്യത്യസ്ത പോർട്ടുകളായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറയുമ്പോൾ നമുക്കിതിനെക്കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. അതേപോലെ തന്നെ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 40 പിൻസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 80 അല്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ മൈക്രോ പ്രോസസ്സറിലായിരുന്നോ, മൈക്രോ പ്രോസസ്സറിൽ നമ്മൾ എന്ത് ചെയ്യുക, 40 പിന്നുകളാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഇതും എന്തുണ്ട്, 40 പിന്നുകളുണ്ട്. അതേപോലെ തന്നെ +5 വോൾട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ +5 വോൾട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ പവർ സപ്ലൈ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതിൽ നമ്മളിത് പറയാൻ പോകുന്നത് എന്താണെന്ന് നോക്കാം. പോർട്ട് C ഈസ് എ ഫർദർ ഡിവൈഡഡ് ഇൻ ടു 4 പോർട്ട്. ഈ പോർട്ട് Cനെ നമുക്കിതിൻ്റെ ഡയഗ്രാം കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ഒന്നും കൂടി ഇതൊക്കെ മനസ്സിലാവും. പോർട്ട് C ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻ ടു 4-ബിറ്റ് പോർട്ട്. ഈ പോർട്ട് Cനെ എന്ത് ചെയ്യും, വീണ്ടും 2 4-ബിറ്റ് പോർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് C ലോവറും അതേപോലെ തന്നെ പോർട്ട് C അപ്പറും. അപ്പോൾ പോർട്ട് C ലോവറിനും അതേപോലെ തന്നെ പോർട്ട് C അപ്പർ എന്ന് പറഞ്ഞിട്ട് 2 ആയിട്ട് വീണ്ടും ഇതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോർട്ട് C ക്യാൻ വർക്ക് ഐദർ BSR ബിറ്റ് സെറ്റ് മോഡിലും അതേപോലെ തന്നെ ഓർ മോഡ് 0 ഓർ ഇൻ ഓഫ്
ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. ഈ രണ്ട് മോഡിൽ എന്തുണ്ടാവും? മോഡ് 0യിലും അതേപോലെ തന്നെ BSR ബിറ്റ് മോഡിലും എന്ത് ചെയ്യുന്നത് ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ BSR എന്താണെന്നും അതേപോലെ തന്നെ മറ്റേ രണ്ട് മോഡ് ഏതാണെന്നില്ലൊക്കെ നമ്മളിതിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബിറ്റ് സെറ്റ് മോഡിലാണ് എന്ത് ചെയ്യുന്നത് ഇത് വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ എന്ത് മോഡ് 0 ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് മോഡിലും ഇത് എന്ത് ചെയ്യുന്നത് വർക്ക് ചെയ്യുന്നുണ്ട്. പോർട്ട് ബി കാൻ വർക്ക് ഐദർ മോഡ് ഓർ ഇൻ മോഡ് 1 ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട്. പോർട്ട് ബി എന്തുണ്ട്? രണ്ട് മോഡിലും എന്ത് ചെയ്യും? ഐദർ മോഡിൽ എന്തുണ്ടാവും ഇത് വർക്ക്, ഓർ മോഡ് 1ൽ എന്ത് ചെയ്യും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. പോർട്ട് എ ക്യാൻ ബി ഐദർ മോഡ് 0, മോഡ് 1 ഓർ മോഡ് 2 ഓഫ് ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡ്. അപ്പോൾ ഈ മോഡിൽ എന്തുണ്ടാവും? പോർട്ട് എയും വർക്ക് ചെയ്യും. പോർട്ട് സി എങ്ങനെ വർക്ക് ചെയ്യുന്നത്, പോർട്ട് ബി എങ്ങനെ, പോർട്ട് എ എങ്ങനെയെന്നാണ്. ഇറ്റ് ഹാസ് 2 കൺട്രോൾ ഗ്രൂപ്പ്. അപ്പോൾ എന്തുണ്ടാവും? ഇങ്ങനെ പോർട്ട് സി ആണെങ്കിലും പോർട്ട് ബി, പോർട്ട് എ ഇതിനെന്തുണ്ട്? ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ടാണ് ഇതിനെന്ത് ചെയ്യുന്നത്? കൺട്രോൾ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത്. കൺട്രോൾ ഗ്രൂപ്പ് എ ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് ബി. അപ്പം ഈ രണ്ട് ഗ്രൂപ്പിലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ പോർട്ട് സി, പോർട്ട് എ, പോർട്ട് ബി, പോർട്ട് സി എന്തുണ്ടാവും? രണ്ട് ഗ്രൂപ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതിൽ കൺട്രോൾ ഗ്രൂപ്പ് എ കൺസിസ്റ്റ് ഓഫ് പോർട്ട് എ. കൺട്രോൾ ഗ്രൂപ്പ് എയിൽ ഏതൊക്കെയുള്ളത്? പോർട്ട് എയും അതേപോലെ തന്നെ പോർട്ട് സിൻ്റെ അപ്പർ പാർട്ടും കൂടിയിട്ടാണ് കൺട്രോൾ ഗ്രൂപ്പ് എ എന്തുണ്ടാകുന്നത്? കൺസിസ്റ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കൺട്രോൾ ഗ്രൂപ്പ് ബി ആണെച്ചെങ്കിലോ പോർട്ട് സിയുടെ ലോവറും അതേപോലെ തന്നെ പോർട്ട് ബി ആണ് എന്ത് ചെയ്യുന്നത്? അത് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മൂന്ന് മോഡുകൾ ഏതൊക്കെയെന്നില്ല നോക്കുക. മുകളിൽ പറഞ്ഞില്ലായിരുന്നോ? ഐദർ മോഡ് ഓർ ഇൻ മോഡ് 1, അതേപോലെ തന്നെ മോഡ് 0, മോഡ് 2 അല്ലെങ്കിൽ മോഡ് 1 ഓർ മോഡ് 2 എന്നൊക്കെ പറഞ്ഞില്ലേ? ആ മൂന്ന് മോഡുകളാണ് വന്നത്. മോഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡാണ്. മോഡ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഷേക്കിംഗ് ഓർ എന്താ സ്ട്രോബ്ഡ് IO മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കേട്ടോ. ഹാൻഡ് ഷേക്കിംഗ് ഇതും ഒരേ തന്നെയാണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഡയറക്ഷണൽ ഡാറ്റാ ബസ്സാണ്. എന്താണ് ഈ ഹാൻഡ് ഷേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? രണ്ട് ഉപകരണങ്ങൾ, അതായത് ഇപ്പോൾ മൈക്രോ പ്രോസസ്സർ അതേപോലത്തെ പെരിഫറൽ ഡാറ്റ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാം? രണ്ടുപേർ തമ്മിൽ ഡാറ്റ കൈമാറുന്ന സമയത്ത് എന്തുണ്ടാവും? കൈമാറുന്ന ഒരു മെത്തേഡാണ് ഇനി ഹാൻഡ് ഷേക്കിംഗ് മോഡ് എന്ന് പറഞ്ഞത്. അയക്കുന്ന ആളും അതേപോലെ തന്നെ സ്വീകരിക്കുന്ന ആളും തയ്യാറായിരിക്കുന്ന സമയത്ത് മാത്രം ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുള്ളൂ എന്നുള്ളത് ഉറപ്പിക്കുകയാണത്. അതാണ് ഈ ഹാൻഡ് ഷേക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. അതിൻ്റെ വേറൊരു പേരാണ് അവിടെ സ്റ്റോപ്പ് മോഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ 8255 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർ. നമ്മൾ ഇൻ്റർഫേസ് കണ്ടില്ലേ? ഈ ബോർഡിൽ കാണിച്ചിരിക്കുന്നുണ്ടല്ലേ? ഈ ബ്ലാക്ക് ആയിട്ട് കാണിച്ചിരിക്കുന്നത് അതാണ് ആ ബോർഡ് എന്ന് പറഞ്ഞത്. ഇതാണ് അതിൻ്റെ പിൻ ഡയഗ്രാം. ഓക്കെ, ഇതതിൻ്റെ പിൻ ഡയഗ്രാമാണ്. അതിൻ്റെ പിൻ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40 പിന്നുകളാണുള്ളത്. സൈഡിൽ കണ്ടില്ലേ? അതായത് 1 2 3 അങ്ങനെ 20, ഇപ്പുറത്ത് 21 2 എന്ന് പറഞ്ഞാൽ എന്തുണ്ട്? അങ്ങനെ ആണ് പിൻ മോഡായിട്ടാണ് അത് വരുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നോക്കിയാൽ നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെയാണ് ഇതിൻ്റെ പിന്നുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ? ഇപ്പുറത്തെ സൈഡിൽ നോക്കാം. പിൻ ഡയഗ്രാം എന്ന ഹെഡിങ് എഴുതിൻ്റെ താഴെ PA02 PA7 വരെ അതിനെ നമ്മൾ എന്ത് ചെയ്യുക? പോർട്ട് എ പിന്ന് എന്നാണ് പറയാം. അതാണ് PA എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. അതായത് 0 മുതൽ 7 വരെയുള്ള പാർട്ട്. ഓക്കെ, 7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 മുതൽ 1ഉം അതേപോലെ തന്നെ 40, 39, 38, 37 അങ്ങനെയാണ് കിടക്കുന്നത്. രണ്ട് സൈഡിലായിട്ടാട്ടോ കിടക്കുന്നത്. ഓക്കെ, അടുത്ത് പോർട്ട് PB02 PB7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർട്ട് ബി പിന്നാണ്. അതേപോലെ തന്നെ PC0 മുതൽ PC7 വരെ പോർട്ട് സി പിന്നാണ്. ഓക്കെ, പിന്നെ ഇതിൽ വരുന്നത് എന്ത് ചെയ്യുക? D0 മുതൽ D7 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാറ്റ പിന്നാണ്. പിന്നെ റീസെറ്റ് പിന്ന്, അതേപോലെ തന്നെ റീഡാണോ റൈറ്റ് ആണോ എന്നുള്ളത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പിന്ന് വരുന്നുണ്ട്. ഒന്ന് റീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് ചെയ്യാനും, റൈറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ചെയ്യാനും. പിന്നെ അഡ്രസ് പിന്നുണ്ട്. A0 A1 എന്ന് പറഞ്ഞാൽ അഡ്രസ് പിന്ന് വരുന്നുണ്ട്. ചിപ്പ് സെലക്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ ഗ്രൗണ്ട് പവറുണ്ട്. ഇത്രയും പിന്നുകളാണ് എന്ത് ചെയ്യുന്നത് ഇതിൽ വരുന്നത്. ഓക്കെ, നമ്മൾ മറ്റേതിൽ പറഞ്ഞ പോലെ തന്നെ കുറഞ്ഞ ഡിഫറൻസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ. ഓക്കെ, അടുത്തത് പിന്നിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്.
പിന്നീട് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതൊന്നും കൂടി ഇതിൽ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു എന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ സെയിം സംഭവം തന്നെയാണ്. എന്തൊക്കെയാണെന്നുള്ളത് ഒന്നും കൂടി എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. 8-bit ബൈ ഡയറക്ഷണൽ ഡാറ്റ ബസ് ലൈനാണ് കണക്റ്റഡ് ടു സിസ്റ്റം ഡാറ്റ ബസ് ടു ഡാറ്റ ട്രാൻസ്ഫറിങ് ബിറ്റ്വീൻ CPU ആൻഡ്, അതായത് നമ്മളെ മൈക്രോ പ്രോസസ്സറും ഈ ഇൻ്റർഫേസും തമ്മിൽ എന്ത് ചെയ്യുക, ഡാറ്റ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഡാറ്റ യൂസ് ചെയ്യുന്ന ബസ്സാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ. CS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പ് സെലക്ഷനാണ്. ദിസ് ഈസ് ആക്റ്റീവ് ലോ ഇൻപുട്ട് സിഗ്നൽ ഒക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ആക്റ്റീവ് മോഡ് എന്താണ്, 0 ആയി കഴിഞ്ഞാൽ എന്താണ്, 1 ആയി കഴിഞ്ഞാൽ എന്താണെന്നുള്ളതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ദിസ് ഈസ്, പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RD റീഡാണ്. ദിസ് ഈസ് ആക്റ്റീവ് ലോ ഇൻപുട്ട് സിഗ്നൽ റീഡ് ടു കോർഡിനേറ്റ് ടു അനദർ സിഗ്നൽ സെൻഡിങ്. അപ്പോൾ ഡാറ്റ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതും മോഡുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് ഫുള്ള് വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യാം, നമ്മൾ പറഞ്ഞ സാധനം തന്നെയാണ്, അതെങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് എഴുതുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ റീസെറ്റ് പിന്നിൻ്റെത്, അതേപോലെ തന്നെ PA പോർട്ട് A 0 പിന്നെ 0 മുതൽ 7 വരെ ബൈ ഡയറക്ഷണൽ IO പിൻസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, പെർഫറൽസിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിൻ ഡയഗ്രം എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ പിൻ ഡയഗ്രം വരച്ചിട്ട് ഓരോ പിന്നുകളെ കുറിച്ചിട്ട് ജസ്റ്റ് ഒന്ന് എഴുതാം. ഓക്കെ. പിന്നെ PB 0 മുതൽ 7 വരെ, PC 0 മുതൽ 7 വരെ എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്തത് ഇതിൻ്റെ ബ്ലോക്ക് ഡയഗ്രാണ്. ബ്ലോക്ക് ഡയഗ്രം ഒന്ന് നോക്കാം. ഈ ബ്ലോക്ക് ഡയഗ്രാം കൺസിസ്റ്റ്, കണ്ടില്ല ആദ്യം പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ദ ഫോളോയിങ് ബ്ലോക്സ്. ഡാറ്റ ബസ് ട്രാൻസ്ഫർ ഉണ്ട്, ഉണ്ടോ, ഡാറ്റ ബസ് ട്രാൻസ്ഫർ ഉണ്ട്. അതേപോലെ തന്നെ റീഡ് റൈറ്റ് കൺട്രോൾ ലോജിക് ഉണ്ട്, ഉണ്ടോ, ഫസ്റ്റത്തെ 2 പോർട്ടാണ് തന്നെ റീഡ് കൺട്രോൾ ലോജിക് ഉണ്ട്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് A ആൻഡ് ഗ്രൂപ്പ് B കൺട്രോൾ, ഉണ്ടോ, ഗ്രൂപ്പ് A ഗ്രൂപ്പ് B കൺട്രോൾ വരുന്നുണ്ട്. പിന്നെ പോർട്ട് A, പോർട്ട് B, പോർട്ട് C, പോർട്ട് A, പോർട്ട് B, പോർട്ട് C, ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നോക്കാം. ഇപ്പോൾ ഇതിൽ പറഞ്ഞില്ല ഡാറ്റ ബസ്സായിട്ട് എന്ത് ചെയ്യും, ഡാറ്റ ബസ്സായിട്ട് എല്ലാ സംഭവങ്ങളായിട്ടും കണക്ട് ചെയ്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഡാറ്റ ബസ് ഡയറക്റ്റായിട്ട് എന്ത് ചെയ്യും, ഒരു ഡാറ്റ ബസ് കൊടുത്തിട്ട് ഗ്രൂപ്പ് Aക്കും ഗ്രൂപ്പ് Bക്കും അതേപോലെ തന്നെ അതിൻ്റെ മറ്റുള്ളതിലോട്ടൊക്കെ എന്തുണ്ടാവും, പോർട്ട് Aക്ക് പോർട്ട് Cൻ്റെ ലോവർ, പോർട്ട് Cൻ്റെ അപ്പർ, പോർട്ട് B ഇതിലോട്ടൊക്കെ എന്തുണ്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. കൺട്രോൾ പിന്നെ എല്ലാത്തക്കും എന്തുണ്ടാവും, റീഡ് കൺട്രോൾ ലോജിക്ക് എല്ലാതായിട്ട് എന്തുണ്ടാവും കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗ്രൂപ്പ് A കൺട്രോൾ ഏതിലോട്ടൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് നോക്കിയേ. ഗ്രൂപ്പ് A പോർട്ട് A ഉണ്ടോ, പോർട്ട് A ടു കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ പോർട്ട് Cൻ്റെ അപ്പറായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഗ്രൂപ്പ് A കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, ചെറിയ ലൈനായിട്ട് കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ. ഇപ്പോൾ 2 ഗ്രൂപ്പ് A എന്നാണ് ഇതിൽ ലേബൽ ചെയ്തിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ താഴെ ചെയ്തിരിക്കുന്നില്ലേ പോർട്ട് Aയും അതേപോലെ തന്നെ പോർട്ട് Cൻ്റെ അപ്പുറവും കൂടിയിട്ടാണ് ഗ്രൂപ്പ് A എന്ന് പറയുന്നത്. ഗ്രൂപ്പ് B എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പോർട്ട് Cൻ്റെ ലോവറും അതേപോലെ തന്നെ പോർട്ട് Bയും. ഓക്കെ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ. അപ്പോൾ ഇതൊന്ന് എന്ത് ചെയ്യുക, വരക്കാൻ പഠിക്കുക. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി എങ്ങനെ വരുന്നത്. ആദ്യം ഡാറ്റ ബസ് ഈ 5 പോയിൻറ്റുകൾ ഓർത്ത് വെച്ചാൽ മതി. ആ ഓർഡറിൽ ആദ്യം എന്ത് ചെയ്യുക, ഡാറ്റ ബസ് ഉണ്ടാവും, പിന്നെ റീഡ് ആൻഡ് റൈറ്റ് ഉണ്ടാവും, പിന്നെ ഗ്രൂപ്പ് A ഗ്രൂപ്പ് B, പിന്നെ ഗ്രൂപ്പ് A അതായത് പോർട്ട് A പോർട്ട് C അപ്പർ, പോർട്ട് C ലോവർ, പിന്നെ ഗ്രൂപ്പ് Bയും പോർട്ട് Bയും. ഓക്കെ. അപ്പോൾ ഇത് ഇങ്ങനെ വരക്കുക, പിന്നെ അത് തമ്മിൽ കണക്ട് ചെയ്യുക. അപ്പോൾ അതൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അടുത്തത് ഇതിൻ്റെ ഓപ്പറേഷൻ മോഡുകളാണ്. ഉണ്ടോ, ഓപ്പറേഷൻ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് ഈസ് 2 ബേസിക് ഓപ്പറേഷൻ മോഡ്. 2 ഓപ്പറേഷൻ മോഡാണുള്ളത്. എന്താണ്, BSR ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡാണ്. ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡും ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡുമാണുള്ളത്. എന്താണ് ബിറ്റ് സെറ്റ് മോഡ് എന്നുള്ളതാണ്. എന്താണ് ബിറ്റ് സെറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് 1 ഓഫ് ദ 2 മെയിൻ ഓപ്പറേഷൻ മോഡ് ഓഫ് ദി 8255. നമുക്ക് മറ്റേനും എഴുതാം. മനസ്സിലായില്ലേ? ബിറ്റ് സെറ്റ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ഈ പ്രോഗ്രാമബിൾ പെറിഫറൽ ഇൻ്റർഫേസിൻ്റെ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ മോഡിലെ ഒന്നാണ്. ഇറ്റ് ഈസ് സ്പെഷ്യലി യൂസ്ഡ് ടു സെറ്റ് ഓർ റീസെറ്റ് ഇൻഡിവിജ്വൽ ബിറ്റ് ഓഫ് ദി പോർട്ട് C. അതെന്ത് ചെയ്യുക, പോർട്ട് Cൻ്റെ സെറ്റ് റീസെറ്റ് ഇതിനെന്ത് ചെയ്യുക, സെറ്റ് ചെയ്യാനും റീസെറ്റ് ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അതൊക്കെ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അപ്പം അതാണ് BSR മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ.
അപ്പോൾ അതിൻ്റെ ഡയഗ്രം ആയിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ? ഫസ്റ്റ് നോക്കിയേ, D7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D7ൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് BSR മോഡിലാണ് എന്നാണ് അർത്ഥം മീൻ ചെയ്യുന്നത്. മനസ്സിലായേ? അപ്പോൾ D7ൻ്റെ അവിടെ 1 ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ IO മോഡാണ്. അത് അടുത്ത ഡയഗ്രത്തിൽ IO മോഡ് പറയുന്ന സമയത്ത് അവിടെ മനസ്സിലാവും. ഓക്കെ, D7ൻ്റെ അവിടെ 0 ആയി കഴിഞ്ഞാൽ അത് BSR മോഡിലാണ് ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് അർത്ഥം. ഓക്കെ, പിന്നെ അടുത്തത് നോക്കിയേ, അതിൻ്റെ പോർട്ട് സിൻ്റെ ബിറ്റ് സെലക്ഷൻ അവിടെ കാണിച്ചിരിക്കുന്നതൊക്കെ D3യും D2വും D1ഉം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അതിൻ്റെ പോർട്ട് സി ബിറ്റ് സെലക്ഷൻ അവിടെ കാണിച്ചിരിക്കുന്നത്. നോക്കിയേ, കണ്ടില്ലേ? അവിടെ എന്ത് ചെയ്യുക, BB, അപ്പോൾ എന്ത് ചെയ്യുക, ബിറ്റ് സെറ്റ് 0, അതേപോലെ തന്നെ ബിറ്റ് 1, ബിറ്റ് 2 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഈ ബിറ്റ് സെറ്റാണോ റീസെറ്റാണോ എന്നുള്ളത് സെറ്റ് ചെയ്യലും റീസെറ്റ് ചെയ്യലും ചെയ്യുന്നത് D0 എന്ന് പറഞ്ഞ ഈ പോർട്ടായിട്ടാണ്. ആ D0ൽ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ്, അവിടെ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റാണ്, 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെറ്റാണ്. മനസ്സിലായില്ലേ? അതെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അടുത്ത മോഡ് നമുക്ക് നോക്കാം. IO മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് മോഡാണ്. ഇറ്റ് ക്യാൻ ഓപ്പറേറ്റ് 3 മോഡ് അല്ലേ? മോഡ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ IO ആണ്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ഷേക്കിംഗ് IO മോഡാണ്. നമ്മൾ ഹാൻഡ് ഷേക്കിംഗ് എന്താണെന്നില്ല നമ്മൾ പറഞ്ഞു. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ബൈ ഡയറക്ഷണൽ ഡാറ്റ ബസ് മോഡാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, D7ൻ്റെ അവിടെ 0 കൊടുത്തു കഴിഞ്ഞാൽ 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എന്താ, BSR മോഡാണ് അല്ലേ? ബിറ്റ് സെറ്റ് റീസെറ്റ് മോഡാണ്. അപ്പോൾ അവിടെ നോക്കിയാൽ 1 ആണ് കൊടുത്തത്. 1 കൊടുത്തു കഴിഞ്ഞാൽ IO മോഡാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇതൊക്കെ എന്ത് ചെയ്യും, വേറെ രൂപത്തിലാണ് ഇത് ഈ പോർട്ടുകൾ മാറുന്നത്. കണ്ടോ, അവിടെ BSR ആകുന്ന സമയത്ത് ഇവിടെ മൊത്തം വേറെ രൂപത്തിലാണ് മാറിയിരുന്നത് അല്ലേ? അപ്പോൾ ഫസ്റ്റത്തെ D6ഉം D5ഉം D4ഉം എന്തല്ല അവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടില്ലായിരുന്നു, ബാക്കിയേ ഉപയോഗിച്ചിട്ടുള്ളായിരുന്നു. ഇവിടെ നോക്കി ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ D6ഉം D5ഉം വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് എന്താ ആ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് 0 ആണ്, 01 എന്ന് പറഞ്ഞാൽ മോഡ് 7 ആണ്, 1X എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡ് 2 ആണ്. പിന്നെ അതേപോലെ തന്നെ D4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഗ്രൂപ്പ് എൻ്റെ ഇൻപുട്ട് ഔട്ട്പുട്ട് ആണോ എന്നുള്ളതൊക്കെയാണ്. മനസ്സിലായില്ലേ? അടുത്ത് പോർട്ട് സിൻ്റെ അപ്പറാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ D0 മറ്റേൽ എന്ത് ചെയ്യുന്നു, സെറ്റാണോ റീസെറ്റാണോ എന്നാണ് മറ്റേ BSRൽ പറഞ്ഞത്. ഇവിടെ നോക്കി അത് പോർട്ട് സിൻ്റെ ലോവറിൻ്റെ ഇൻപുട്ടാണോ ഔട്ട്പുട്ടാണോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നിനായിട്ട് എന്ത് ചെയ്യും, ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ട് മാറിയിട്ടുണ്ട്. സെയിം സാധനത്തിനെ ഫസ്റ്റത്തെ D7നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് ഏത് മോഡിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്, ഫങ്ഷൻ ഓഫ് ഈച്ച് ബിറ്റ്. ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞ ഇതിൽ പറഞ്ഞ സാധനം ഒന്നും കൂടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ 8255 എന്ന് പറഞ്ഞ ഈ ഇൻ്റർഫേസിൻ്റെ കാര്യം. അപ്പോൾ അതെന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. അടുത്ത വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുക, 8254 ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ ഉള്ള ചെറുതായിട്ടുള്ള സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതെന്ത് ചെയ്യുക, ശരിക്കും നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.